യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹൈലിന്റെ വീട് ആക്രമിച്ചതിൽ പ്രതിഷേധം. ആലങ്കോട് കരിവാരം പഞ്ചായത്ത് മേഖലയിൽ ഇന്ന് കോൺഗ്രസ് ഹർത്താൽ ആചരിക്കുകയാണ്. പോലീസുകാർ ആക്രമികളെ സഹായിച്ചു എന്നാരോപിച്ചാണ് പ്രതിഷേധം. ഞങ്ങളുടെ പ്രതിനിധി ഡി ബിനോയ് ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ബിനോയ്, ഇന്നലെ രാത്രിയിലെ സംഘർഷങ്ങൾ വലിയ അർത്ഥത്തിൽ നാം കണ്ടതാണ് തിരുവനന്തപുരത്ത്. പ്രത്യേകിച്ച് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പര്യടനം തിരുവനന്തപുരത്തുള്ള ഘട്ടത്തിൽ ഒരു വലിയ രീതി സംഘർഷത്തിലേക്ക് പൊട്ടിപ്പുറപ്പെടുന്ന കാര്യങ്ങളാണ് കാണുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ആലങ്കോട് കരവാരം മേഖലകളിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട്? യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹൈലിൻ്റെ വീട് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധമുള്ളത്. ആലങ്കോട് കരവാരം പഞ്ചായത്ത് മേഖലയിൽ ആണ് ഇന്ന് കോൺഗ്രസ് ഹർത്താൽ ആചരിക്കുന്നത്. ഈ പ്രതിഷേധത്തിൽ ഇന്നലെ ഉണ്ടായ ഈ ആക്രമണത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ഹർത്താൽ ആചരിക്കുന്നത്. കോൺഗ്രസ്സുകാർ അക്രമികളെ സഹായിച്ചു, പോലീസുകാർ അക്രമികളെ സഹായിച്ചു എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. ഇതിലുള്ള പ്രതിഷേധം കൂടിയാണ് പോകുന്നത്. നമുക്കറിയാം, നവകേരള സദസ്സ് തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിച്ചു. ആറ്റിങ്ങലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞുപോയ മണ്ഡലങ്ങളാണ്, പര്യടനം കഴിഞ്ഞ മണ്ഡലങ്ങളാണ്. കൂടുതൽ തെക്കൻ ഭാഗത്തേക്ക്, തിരുവനന്തപുരത്ത് തെക്കൻ ഭാഗത്താണ് നവകേരള സദസ്സ് ഉള്ളത്. എങ്കിൽ പോലും തിരുവനന്തപുരം ജില്ലയിൽ ഈ അർത്ഥത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നെയ്യാറ്റിൻകര അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്നലെ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, ഇതൊക്കെ കെ സുധാകരൻ്റെ വെല്ലുവിളിക്കുന്ന സമാനമായ പോസ്റ്ററുകൾ ഒക്കെ FB പോസ്റ്റുകളൊക്കെ ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടിയാണ് നവകേരള സദസ്സ് നാളെ കൊട്ടിക്കലാശമുള്ളത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്നത്തെ കോൺഗ്രസിൻ്റെ ആലങ്കോട് കരവാരം മേഖലകളിലെ ഹർത്താലിനെയും കാണേണ്ടത്. പോലീസുകാർ അക്രമികളെ സഹായിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഈ രാഷ്ട്രീയ സംഘർഷത്തിൽ കോൺഗ്രസ്സുകാർക്ക് എതിരായി പോലീസുകാർ നിൽക്കുന്നു എന്നൊരാക്ഷേപം കൂടി രാഷ്ട്രീയമായി കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നത്. ബിനോയ്, ഈ നവകേരള സദസ്സ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. അത് പൂർത്തിയാകുമ്പോൾ അക്രമവും അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിക്കണം, പ്രതിഷേധങ്ങളും അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിക്കണം എന്നൊരു തീരുമാനം അനൗദ്യോഗികമായി തന്നെ ഉണ്ട് കോൺഗ്രസിൻ്റെ. ഇപ്പോൾ കെ സുധാകരൻ്റെ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഒരു വെല്ലുവിളി സ്വഭാവത്തിലുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ടാണോ ഈ ആലങ്കോട് ഉണ്ടായ സംഭവത്തെയും കാണേണ്ടത്? എന്താണ് ഇന്ന് അവിടെ ഹർത്താൽ ആചരിക്കുന്ന വേളയിൽ? അജിംഷാദ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തിരിച്ചടി എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ നവകേരള സദസ്സ് നടക്കുന്ന ഭാഗങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ വാഹനം പോകുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങുകയും അത് പിന്നീട് വലിയ തരത്തിലുള്ള സംഘർഷമായി മാറുകയും ചെയ്യുന്നു. 2 ദിവസം മുമ്പാണ് വർക്കലയിലേക്ക് നവകേരള സദസ്സ് മുഖ്യമന്ത്രിയുമായുള്ള വാഹനം, അവിടുത്തെ നവകേരള സദസ്സ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി വഹിച്ചുകൊണ്ടുള്ള വാഹനം ആറ്റിങ്ങിലേക്ക് വരുന്ന വഴിക്ക് ആലങ്കോട് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും ഒപ്പം വാഹനം തടയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതേ തുടർന്ന് DYFI പ്രവർത്തകരും ഒപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടുകൂടി യൂത്ത് കോൺഗ്രസിൻ്റെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ സുഹൈലിൻ്റെ വീടിന് നേരെ 9 മണിയോടുകൂടി ആക്രമണം ഉണ്ടാകുന്നു. ഇയാളുടെ വീടിൻ്റെ ജനൽ ചില്ലുകളെല്ലാം അടിച്ചു തകർത്തു. അതിന് തൊട്ടു പിന്നാലെ 2 മണിക്കൂർ വൈകിയതിന് ശേഷമാണ് ആറ്റിങ്ങൽ നഗരസഭയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജാഹിൻ്റെ വീടിനും നജാഹിൻ്റെ സഹോദരൻ്റെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായത്. 2 വീടുകളുടെയും കണ്ണാടി ചില്ലുകൾ തകർത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ കരുതിക്കൂട്ടി DYFI പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുമെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങലിലെ 2 പഞ്ചായത്തുകളിൽ, കരവാരം പഞ്ചായത്തിലും ആലങ്കോട് പഞ്ചായത്തിലും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വ്യാപകമായ തരത്തിൽ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും അക്രമം നടക്കുന്നുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ വെമ്പായത്ത് വെച്ച് മുട്ടയേറും ഒപ്പം ചൂലേറും നടന്നു. ഇതിനൊക്കെ എതിരെ ശക്തമായ രീതിയിൽ തന്നെയാണ് തിരിച്ചും DYFI പ്രവർത്തകരും CPM പ്രവർത്തകരും പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങുന്നത്. അത്തരത്തിൽ ഇരു വിഭാഗങ്ങളും ഒരുമിച്ച് നിരത്തിലിറങ്ങിയതോടെ തന്നെ പല സ്ഥലങ്ങളിലും സംഘർഷമുണ്ടായി. കഴിഞ്ഞ ദിവസം വെമ്പായത്തുണ്ടായ സംഘർഷത്തിൻ്റെ ഭാഗമായി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFI പ്രവർത്തകർ പോലീസ് സ്റ്റേഷനകത്ത് കയറി മർദ്ദിച്ചു എന്നുള്ള പരാതിയുണ്ട്. എന്തായാലും വ്യാപകമായ തരത്തിൽ ഇത്തരത്തിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും വാഹനം തടയാൻ ശ്രമിക്കുന്നു. ഒപ്പം അതിനെ പ്രതിരോധിക്കാൻ DYFI പ്രവർത്തകർ കൂടി നിരത്തിലെത്തുന്നവരുടെ സംഘർഷത്തിന് വഴിതെളിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് 4 അസംബ്ലി മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സുമായി മുഖ്യമന്ത്രിയും സംഘവും പോകുന്നത്. ഈ മേഖലകളിലൊക്കെ തന്നെ
സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം പ്രതിഷേധവും ശക്തിപ്പെടുത്താൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കം. അവർ ഇന്നും പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് KPCC നേതൃത്വവും അറിയിച്ചിട്ടുള്ളത്. അജിംഷാദ്. ശരി, ഡി ബിനോയാണ് വിവരങ്ങൾ വിശദാംശം